അവസാനം ദൈവശാസ്ത്രം, യേശുവിന്റെ പ്രബോധനത്തിന്റെ ഏത് അംശമാണ് നിറവേറ്റപ്പെട്ടത്? ഇങ്ങനെ ദൈവോന്മുഖ കുർബാന നടപ്പാക്കിയപ്പോൾ യേശുവിന്റെ പ്രബോധനത്തിന്റെ ഏത് അംശമാണ് നിറവേറ്റപ്പെട്ടത്? ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അംശങ്ങളുണ്ട്. യേശുവിന്റെ ഒരു പ്രബോധനമല്ല, പല പ്രബോധനങ്ങളുണ്ട്. എന്നാലും നമ്മൾ ഒരുപാട് നീട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചുരുക്കം ചില വചനങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, ലൂക്കാസിന്റെ സുവിശേഷം 23-ാം അധ്യായം, കുരിശിൽ കിടക്കാണ്. കുരിശിലെ ബലി, ആ ബലി അവന്റെ പ്രത്യാഗമനം വരെ അനുഷ്ഠിക്കണമെന്നാണ് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചത്. ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു പറഞ്ഞാൽ കുരിശിലെ ബലി. അതുകൊണ്ടാണ് പൗലോസ് ലേഖ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, ഈ അപ്പം മുറിക്കുമ്പോഴും ഈ പാനപാത്രം കുടിക്കുമ്പോഴും അവന്റെ മരണം, കുരിശ മരണം, അവന്റെ രണ്ടാമത്തെ ആഗമനം വരെ നാം പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ കുരിശിലെ ബലി, ആ കുരിശിലെ ബലിയിൽ കർത്താവ് എന്താ ചെയ്തത്? പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ. ഈശോ മിശിഹ ആരെ വിളിച്ച് ആരെ നോക്കി കിടക്കണേ? പിതാവേ, പിതാവേ. യേശു ക്രിസ്തു പിതാവിങ്കിലേക്ക് തിരിഞ്ഞാണ് കിടക്കണേ. ആ യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയാണ് അവന്റെ പൗരോഹിത്യത്തിന്റെ ആത്മാവിനെ വട്ടോളിയെ പോലുള്ള പുരോഹിതന്മാർ ഇട്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇൻ പെർസോണ ക്രിസ്തി എന്ന ലത്തീൻ വാക്ക് അച്ഛന്മാർക്ക് ഉപയോഗിക്കുന്നത്. അച്ഛന്മാര് യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിൽ നിൽക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിൽ. എന്നിട്ട് പിതാവിങ്കിലേക്ക് നോക്കിയിട്ട് പിതാവിനെ വിളിക്കണം, പിതാവേ. പിതാവ് പുറകിലാണെങ്കിൽ ഇല്ലേ ഇങ്ങനെ വിളിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുക. പിതാവേ, അവരോട് ക്ഷമിക്കണേ, അവരെന്താണ് ചെയ്യുന്നത് അറിഞ്ഞുകൂടാ. അതേ അധ്യായത്തില് കർത്താവ് ഈശോ വീണ്ടും പറയാണ്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. പിതാവിനെ നോക്കിക്കൊണ്ടാണ് കർത്താവ് കുരിശിൽ മരിക്കുന്നത്. അതുകൊണ്ട് ഈ കുരിശ് മരണത്തിന്റെ കർത്താവ് കുരിശിൽ മരിക്കുമ്പോൾ സ്വർഗത്തിൽ എന്തോ സംഭവിച്ചുവെന്ന് ഹെബ്രായ ലേഖനം പറയുന്നുണ്ട്, വെളിപാട് പുസ്തകം പറയുന്നുണ്ട്. അതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ എന്താണ് യഥാർത്ഥം സംഭവിച്ചത്? ഹെബ്രായ ലേഖനം 9, 11, 12. എന്നാൽ ക്രിസ്തുവാകട്ടെ വരാനിരിക്കുന്ന നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി, മനുഷ്യന്റെ കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിലൂടെ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കുട്ടികളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കൽ മാത്രം വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ഉറപ്പാക്കി. വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് സ്വന്തം രക്തത്താൽ യേശു വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് നമ്മുടെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ഉറപ്പാക്കി. അപ്പൊ കർത്താവ് കുരിശിൽ മരിച്ചപ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? കൈപ്പണിയല്ലാത്ത, മനുഷ്യരുടെ കൈപ്പണിയല്ലാത്ത വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിലൂടെ സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കൽ മാത്രം വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുള്ള വീണ്ടെടുപ്പ് ഉറപ്പാക്കി. അത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് 9:24 ഹെബ്രായ ലേഖനം. കൈപ്പണിയും സാക്ഷാലുള്ളവരുടെ പ്രതിബിംബവുമായ വിശുദ്ധ മന്ദിരത്തിലേക്ക് അല്ല, പിന്നെയോ ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കാണ് ക്രിസ്തു പ്രവേശിച്ചത്, മഹാപുരോഹിതൻ എന്ന നിലയില്. അതുകൊണ്ട് വെളിപാട് പുസ്തകം പറയാണ് 5, 6, 9, സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മതശ്രേഷ്ഠന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരു കുഞ്ഞാട്, യേശു അറക്കപ്പെട്ടു, എഴുന്നേറ്റ് നിൽക്കുന്നു, മരിച്ചു, ഉത്ഥാനം ചെയ്തു. അതിന് 7 കൊമ്പുകളും സർവ്വഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുകളുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലത്തെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. ഇതിനാണ് ഈ നമ്മളെ കുർബാനയില് ബലിപീഠത്തിൽ നിന്നും ഈ സുവിശേഷം ബേമയിലേക്ക് കൊണ്ടുവരുന്നത്. വട്ടോളിക്കന് ബേമയുണ്ടോ? അവൻ കുഞ്ഞാട് വന്ന് സിംഹാസനം എന്ന് പറഞ്ഞാൽ ദൈവം ഇരിക്കുന്ന സ്ഥലമാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലത്തെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. ഇതുകൊണ്ടാണ് ബലിപീഠത്തിൽ നിന്നും സിംഹാസനം അതാണ്, അവിടെ നിന്നും സുവിശേഷവുമായിട്ട് കുഞ്ഞാടിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വൈദികൻ പ്രദക്ഷിണമായി ബേമയിലേക്ക് വരുന്നത്. ഈ തിരുവചനങ്ങളുടെ വെളിച്ചത്തിനാണ്. അവനത് സ്വീകരിച്ചപ്പോൾ 4 ജീവികൾ, പ്രപഞ്ചത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന 4 ജീവികള്, 24 മതശ്രേഷ്ഠന്മാരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാണ് പരിമളദ്രവ്യം നിറഞ്ഞ പൊൻ കലശങ്ങളും കയ്യിലെന്തിക്കൊണ്ട് കുഞ്ഞാടിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവരൊരു പുതിയ പാട്ട് പാടി. ഇതാണ് ധൂപക്കുറ്റിയും മണിയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് കാരണം. ഇപ്പൊ ഏത് അംശമാണ് നിറവേറ്റിയെന്ന് മനസ്സിലായോ പട്ടോളി? ദൈവോന്മുഖ കുർബാന നടപ്പാക്കിയപ്പോൾ യേശുവിന്റെ പ്രബോധനത്തിന് ഏത് അംശമാണ് നിറവേറ്റിയെന്നാണ് ഞാൻ ചുരുക്കം ചില വചനങ്ങളെ പറഞ്ഞത്. ഇതിന്റെ എല്ലാം വെളിച്ചത്തില് കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. യൂണിവേഴ്സൽ കാറ്റഗിസം എന്ന് വട്ടോളി കളിയാക്കുന്ന പുസ്തകമാണിത്.
ഇത് കത്തോലിക്ക സഭയിൽ കത്തോലിക്കിന് മുഴുവൻ വിശ്വസിക്കുന്നതാണ്. വട്ടോളി തന്നെ ഇതൊരു ഇല്ലേ യൂണിവേഴ്സൽ കാറ്റഗിസം എന്ന് പറയുന്ന ഒരു ചവറ് പുസ്തകം എന്ന് വട്ടോളി കളിയാക്കാറുണ്ട്. അത് കേട്ടിട്ട് വട്ടോളിക്കെതിരെ നടപടി എടുക്കാത്തത് ഞങ്ങളുടെ മെത്രാന്മാരെ കഴിവുകേട്. ഈ കത്തോലിക്കര് വിശ്വസിക്കുന്ന കാര്യം എഴുതി വെച്ചിരിക്കുകയാണ്. അതില് ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തില് ഈ 1136 മുതൽ 1338 വരെ 1136 മുതൽ 1138 വരെയുള്ള ഭാഗം ഞാൻ വായിക്കുക. തിരുവചനങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ ഒരു ഭാഗമാണ്. ആരാധന സമ്പൂർണ്ണ ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. അടയാളങ്ങൾ കൂടാതെ ഇപ്പോൾ അത് ആഘോഷിക്കുന്നവർ സ്വർഗീയ ആരാധനയിലാണ്. അവിടെ ആഘോഷം പൂർണ്ണമായും സംസർഗവും സ്വർഗീയ ആരാധനയാണ്. അവിടെ ആഘോഷം പൂർണ്ണമായും സംസർഗവും ഉത്സവവുമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയതും സഭയുടെ ആരാധനക്രമത്തിൽ വായിക്കപ്പെടുന്നതുമായ വെളിപാട് പുസ്തകം നമുക്ക് ആദ്യം വെളിപ്പെടുത്തുന്നു. സ്വർഗത്തിൽ ഒരു സിംഹാസനം, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കർത്താവായ ദൈവം. വെളിപാട് 4:2. അത് യെശയ്യായുടെ പുസ്തകം 6:1 കാണാം. യഹസ്കേല് 1:26-28 കാണാം. യോഹന്നാൻ 1:29 നമുക്ക് കാണാം. എന്നിട്ട് അത് കാണിക്കുന്നു, വധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്, ക്രൂശിക്കപ്പെടുകയും ഉത്ഥിതനാവുകയും ചെയ്ത ക്രിസ്തു, യഥാർത്ഥ വിശുദ്ധ സ്ഥലത്തെ ഏക പ്രധാന പുരോഹിതൻ, സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന, നൽകുകയും നൽകപ്പെടുകയും ചെയ്യുന്ന ഒരേ വ്യക്തി. വെളിപാട് പുസ്തകം നമ്മൾ വായിച്ചതാണ് 5:6. ഒരേ വ്യക്തി. അവസാനമായി ദൈവത്തിന്റെ ഈ കുഞ്ഞാടിനും സിംഹാസനത്തിൽ ഒഴുകുന്ന ജീവജലത്തിന്റെ നദി, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പ്രതീകങ്ങളിൽ ഒന്ന്. അപ്പോ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, അറക്കപ്പെട്ടതെങ്കിലും എഴുന്നേൽക്കുന്ന കുഞ്ഞാട്, പിന്നെ ജീവജലം എന്ന പരിശുദ്ധ റൂഹ. ആരാധന സംബന്ധിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ തിരുവചനങ്ങളല്ലേ? യേശുക്രിസ്തുവിന്റെ ഏത് പ്രബോധനമാണ് നിറവേറ്റപ്പെട്ടെന്ന് മനസ്സിലായോ വട്ടോളി? ക്രിസ്തുവിൽ സമാഹരിക്കപ്പെട്ട് ദൈവസ്തുതിയുടെയും അവിടുത്തെ പദ്ധതിയുടെ നിറവേറ്റലിന്റെയും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഇവരാണ്. സ്വർഗീയ ശക്തികൾ, സൃഷ്ടി മുഴുവനും, 4 ജീവികള്, പഴയതും പുതിയതുമായ ഉടമ്പടികളുടെ സേവകർ 24 മത ശ്രേഷ്ഠന്മാര്, ദൈവത്തിന്റെ പുതിയ ജനം 144,000 ആളുകള്, പ്രത്യേകിച്ച് ദൈവജനത്തെ പ്രതി വധിക്കപ്പെട്ട രക്തസാക്ഷികൾ, സർവപരിശുദ്ധിയായ ദൈവമാതാവ്, സ്ത്രീ, കുഞ്ഞാടിന്റെ മണവാട്ടി, അവസാനമായി ഓരോ ദേശത്തും എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ജനതകളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള ആർക്കും എണ്ണിത്തട്ടപ്പെട്ടാനാവാത്ത വലിയൊരു ജനക്കൂട്ടം. ഇവരൊക്കെയാണ് ഈ ലിറ്റർജിയില് കുർബാനയിൽ പങ്കെടുക്കുന്നത്. ഇതെല്ലാം തിരുവചനങ്ങളല്ലേ? ഈ ഭാഗം എടുത്തിട്ട് അതിന്റെ ഫുട്നോട്ട് നോക്കിയാലേ ഏതൊക്കെ തിരുവചനമാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ചിലരൊക്കെ സൂചിപ്പിച്ചു. വട്ടോളി വിമത വൈദികരെ, മുന്നേറ്റക്കാരെ, ദൈവോന്മുഖ കുർബാന നടപ്പാക്കിയപ്പോൾ ക്രിസ്തുവിന്റെ ഏത് അംശമാണ് നിറവേറ്റപ്പെട്ടത് എന്നാണ്, ക്രിസ്തുവിന്റെ പ്രബോധനത്തിന് ഏത് അംശമാണ് നിറവേറ്റപ്പെട്ടതെന്നാണ് വട്ടോളി ചോദിച്ചത്. അതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ഖണ്ഡിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഖണ്ഡിക്കൂ, ഇല്ലെങ്കിൽ ദൈവോന്മുഖ കുർബാന ചൊല്ലാൻ സമ്മതിക്കൂ. ഇത് രണ്ടിനും നിവൃത്തിയില്ലെങ്കിൽ ദയവായി ഇവിടുന്ന് വിട്ടുപോകൂ. ഈ സഭ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 114. ലുത്തിനിയായെ കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 27. മരിയൻ ജപമാലയിലെ ലുത്തിനിയായിലെ വാഴ്ത്തമൊഴികളിൽ 24. നീതിയുടെ ദർപ്പണം, മിറർ ഓഫ് ജസ്റ്റിസ്. ലത്തീനില് സ്പെക്കുളം യുസ്തീസിയെ. ഈ ദിക്കായോസ്യോനെ എന്നാണ് ഗ്രീക്കില്. ധർമ്മത്തിനും നീതിക്കും ഒരേ വാക്കാണ്. ധർമ്മം, നീതി, രണ്ടിലും ഒറ്റ വാക്കേ ഉള്ളൂ. റൈച്ചസ്നെസ് ആൻഡ് ജസ്റ്റിസ്, അപ്രൈറ്റ്നെസ് ആൻഡ് ജസ്റ്റിസ്. ഹീബ്രുവിൽ അങ്ങനെയാണ് ഇല്ലേ? സദാക്ക എന്ന വാക്കാണ്. ഒറ്റ വാക്കിൽ 2 കാര്യമുണ്ട്, ധർമ്മവും നീതിയും. ധാർമ്മികമായിട്ട്, മോറലി ശരിയായതും ന്യായമായതുമായ സംഗതിയാണ് നേരും നെരുവും എന്ന് നമ്മൾ പറയുന്ന ധർമ്മം, റൈച്ചസ്നെസ് അല്ലെങ്കിൽ അപ്രൈറ്റ്നെസ്. നേരും നെരുവും, അതാണ് നല്ലൊരു വാക്കാണ് മലയാളത്തിൽ. നേരും നെരുവും. ധാർമ്മികമായിട്ട്, മോറലി ശരിയായതും ന്യായമായതുമായ സംഗതി. ധാർമ്മികമായിട്ട് സത്യനിഷ്ഠമായ സംഗതിയാണ് നീതി, ജസ്റ്റിസ്. രണ്ടിനും ഒറ്റ വാക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ദരിദ്രരെ സഹായിക്കണം. നമ്മുടെ കയ്യിലൊരു 10 കിലോ അരിയുണ്ട്. അത് ദരിദ്രരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുകയാണ്. 10 കിലോ അരി.
10 കിലോ അരി ഒരൊറ്റ ദരിദ്രന് കൊടുക്കണോ? ദരിദ്രർക്ക് കൊടുക്കണം. ഈ 10 കിലോ അരി ദരിദ്രർക്ക് കൊടുക്കണം. അതാണ് നേരും നിറവും. ദരിദ്രരെ സഹായിക്കണം. അത് ഓരോ കിലോ വെച്ച് 10 പേർക്ക് കൊടുക്കണം, 2 കിലോ വെച്ച് 5 പേർക്ക് കൊടുക്കണോ, അതോ 10 കിലോയും ഒരാൾക്ക് കൊടുക്കണോ? അത് നിശ്ചയിക്കുന്നതാണ് നീതി. അപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ധർമ്മം കൊടുക്കുന്നതല്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ്നെസ്, നേരും നിറവും എന്ന് പറഞ്ഞാൽ ദരിദ്രരെ സഹായിക്കണം. അതൊരു നേരും നിറവും ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു രീതിയാണ്. പക്ഷെ അതെങ്ങനെ നിശ്ചയിക്കുന്നത്? ഈ നേരും നിറവും എങ്ങനെയാണ് പ്രയോഗത്തിൽ വരുത്തേണ്ടത്? 10 കിലോ അരിയും ഒരു വീട്ടുകാർക്ക് കൊടുക്കണോ, അല്ലെങ്കിൽ ഓരോ കിലോ വെച്ച് 10 വീട്ടുകാർക്ക് കൊടുക്കണോ, 2 കിലോ വെച്ചിട്ട് 5 വീട്ടുകാർക്ക് കൊടുക്കണോ? ഇത് നിശ്ചയിക്കുന്നതാണ് നീതി. ഇത് രണ്ടും ദൈവത്തിന്റെ സ്വഭാവവിശേഷമാണ്. ധർമ്മിഷ്ഠതയും അതുപോലെ നീതിയും. ഈ ദൈവം നേരും നിറവുമുള്ളവനാണ്. അവൻ സത്യനിഷ്ഠമായി കാര്യമേ ചെയ്യൂ. സങ്കീർത്തനം 11:7 നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? യാഹ്വേ നീതിമാനാണ്, അവിടുന്ന് നീതി ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവിടുത്തെ മുഖം ദർശിക്കും. നിയമാവർത്തനം 32:4 നമ്മളിങ്ങനെ വായിക്കുന്നു, അവിടുത്തെ വഴികളൊക്കെ ന്യായമാണ്, വിശ്വസ്തതയുള്ള ദൈവമാണവൻ, വ്യാജമറിയാത്ത സത്യദൈവം നീതിയും നേരും നിറവുമുള്ളവനാണ്. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിത്തറ തന്നെ നീതിയും ധാർമ്മികതയുമാണെന്നാണ് പഴയ നിയമം പറയണേ. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ആ സിംഹാസനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് നീതി, ധാർമ്മികത, അപ്രൈറ്റ്നസ് ആൻഡ് ജസ്റ്റിസ് ആണ്. ഈ ദൈവത്തിന്റെ സർവ്വനീതിയും പൂർത്തിയാക്കാനാണ് ദൈവം തന്നെ മനുഷ്യനായി വന്നത്. മത്തായിയുടെ സുവിശേഷത്തില് ഈശോയുടെ വായിൽ നിന്ന് വീഴുന്ന ആദ്യത്തെ വാക്കുകളാണ്, സർവ്വനീതിയും പൂർത്തിയാക്കാൻ നീ എന്നെ മാമോദിസം മുക്കുക എന്ന് കർത്താവ് ഈശോ മിശിഹാ സ്നാപകനാണ് പറയുന്നത്. ദൈവത്തിന്റെ സർവ്വനീതിയും പൂർത്തിയാക്കാൻ, അതായത് ദൈവം ധർമ്മിഷ്ഠനാണ്, ദൈവം നീതിമാനാണ്, ദൈവത്തിന്റെ സർവ്വനീതിയും പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് സർവ്വനീതി പൂർത്തിയാക്കെന്ന് പറഞ്ഞാല്, പെട്ടെന്ന് പറഞ്ഞാല്, ഇരയോട് അനീതി ചെയ്യാതെ കുറ്റക്കാരനോട് ക്ഷമിക്കുക. ഇരയോട് അനീതി ചെയ്യാതെ കുറ്റക്കാരനോട് ക്ഷമിക്കുക. അതിന് ദൈവം കണ്ട മാർഗം എന്താണ്? കുറ്റക്കാരന്റെ മരണചിട്ട താൻ തന്നെ അങ്ങ് വഹിക്കുക. അപ്പോൾ ഇരയോട് അനീതി ചെയ്യാതെ കുറ്റക്കാരോട് ക്ഷമിക്കാം, പാപികളോട് ക്ഷമിക്കാം. അതിന് പാപികളുടെ, കുറ്റക്കാരായ നമ്മുടെ മരണശിക്ഷ കർത്താവ് തന്നെ ഏറ്റെടുത്തു. അങ്ങനെ ഇരയോടും നീതി കാണിച്ചു, നമ്മളോട് കാരുണ്യം കാണിച്ചു. ഇങ്ങനെയാണ് കർത്താവ് സർവ്വനീതിയും പൂർത്തിയാക്കാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഈ രീതിയാണ് ദൈവത്തിന്റെ ജ്ഞാനം. ദൈവത്തിന്റെ ജ്ഞാനം, അവന്റെ നീതിയാണ് അവന്റെ ജ്ഞാനം. ഈ കാര്യം വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പൗലോസ്ലീഹ 1 കൊരിന്തോസ് 1:18-25. കുരിശിന്റെ വചനം, കുരിശ് തന്നെ നശിച്ചു പോകുന്നവർക്കൊരു ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? വേദശാസ്ത്രി എവിടെ? ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, ലോകം അതിന്റെ ജ്ഞാനത്തിൽ ദൈവത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിക്കാൻ ദൈവം തിരുമനസ്സായി. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, ഗ്രീക്കുകാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വമെങ്കിലും വിളിക്കപ്പെട്ട ഏവർക്കും, യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ദൈവശക്തിയും ദൈവജ്ഞാനവുമായ യേശുക്രിസ്തുവിനെ തന്നെ. എന്നാൽ ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. അതായത് ദൈവത്തിന്റെ കുരിശിന്റെ വചനം, അതായത് യേശു ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനമാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. അതിലൂടെയാണ് അവൻ നീതി നടപ്പാക്കിയത്, സർവ്വനീതിയും നടപ്പാക്കിയത്. അപ്പോൾ ദൈവം ധർമ്മിഷ്ഠനാണ്, നേരും നിറവുമുള്ളവനാണ്, അവൻ നീതിയാണ്, നീതിയുള്ളവനാണ്. അവന്റെ സിംഹാസനം നീതിയും ധാർമ്മികതയും ചേർന്നതാണ് അതിന്റെ അടിത്തറ. അതിനാൽ തന്നെ പുത്രൻ തമ്പുരാനെ ലോഗോസ് വചനമെന്ന് വിളിക്കുന്നു, സോഫിയ ജ്ഞാനമെന്ന് വിളിക്കുന്നു. വചനവും ജ്ഞാനവും പുത്രൻ തമ്പുരാനാണ്, ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ജ്ഞാനവും. അതിലൂടെയാണ് അവൻ നീതി നടപ്പാക്കിയത്, ദൈവം നീതി നടപ്പാക്കിയത്. അങ്ങനെയുള്ള ആ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? മറിയമാണ്. അതിനാൽ പഴയ നിയമത്തിൽ ജ്ഞാനസ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി വിസ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കല്പമുണ്ട്. ആ ജ്ഞാനസ്ത്രീയെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിത്യ തേജസ്സിന്റെ പ്രതിഫലനമാണവൾ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, നിർമ്മല കണ്ണാടി, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം,
ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 7:26-27 ഈ വചനം. ഈ ദൈവം തന്നെയായ ലോഗോസ്, അതാണ് യേശു. ദൈവം തന്നെയായ സോഫിയ, ജ്ഞാനം, അതാണ് യേശു. ദൈവം തന്നെയായ ലോഗോസ്, യോഹന്നാൻ 1:1-3 വരെ. ദൈവം തന്നെയായ സോഫിയ, ജ്ഞാനം, അതാണ് യേശു. മത്തായി 11:28-30. ജ്ഞാനശ്രീ ഇല്ലേ, എല്ലാവരും എന്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്ന് പഠിക്കുക, എന്നിൽ നിന്ന് കുടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ യേശു ജ്ഞാനശ്രീയുടെ ഇല്ലേ സ്ഥാനത്തൊന്ന് പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഇല്ലേ ഭാരമുള്ളവരും അധ്വാനിക്കുന്നവരൊക്കെ എന്റെ അടുക്കൽ വരിക എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ യേശു ആണ് ജ്ഞാനം, യേശു ആണ് വചനം, ദൈവം തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ. ആ പുത്രൻ തമ്പുരാന്റെ നീതിയും ഈ ധർമ്മിഷ്ഠതയും പ്രതിഫലിക്കുന്ന ദർപ്പണമാണ് മറിയം. ശരിയല്ലേ? ദൈവമാതാവായ, രക്ഷകന്റെ അമ്മയായ, മിശിഹായുടെ അമ്മയായ, ക്രിസ്തുവിന്റെ അമ്മയായ, ആ സ്രഷ്ടാവിന്റെ അമ്മയായ മറിയം ദൈവത്തിന്റെ നീതിയെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ്. എത്ര കറക്റ്റാണ്! നീതിയുടെ ദർപ്പണമാണ്. നീതി ദൈവമാണ്. ആ നീതി പ്രതിഫലിക്കുന്ന ദർപ്പണമാണ്, കണ്ണാടിയാണ് മറിയം. വളരെ സൂപ്പറായിട്ടുള്ള ഒരു ചിത്രമല്ലേ അത്? ഈ ജ്ഞാനസ്ത്രീയെക്കുറിച്ച് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നിർമ്മല ദർപ്പണം എന്നാ പറഞ്ഞത്. ജ്ഞാനസ്ത്രീയെക്കുറിച്ച് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നിർമ്മല ദർപ്പണമാണ് മറിയം. ദൈവത്തിന്റെ നീതിയുടെ നിർമ്മല ദർപ്പണമാണ് മറിയം. ദൈവത്തിന്റെ നീതിയുടെ നിർമ്മലമായ കണ്ണാടിയാണ് മറിയം. ദൈവത്തിന്റെ നേരും പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി. ആ മറിയത്തെ നോക്കിയാൽ ദൈവത്തിന്റെ നീതി എന്താണ്, ദൈവത്തിന്റെ ജ്ഞാനം എന്താണ്, ദൈവത്തിന്റെ വചനം എന്താണ് എന്നൊക്കെ പ്രതിഫലിക്കുന്ന കാണാം. അതിനാൽ ദൈവത്തിന്റെ നീതിയും ന്യായം പ്രതിഫലിപ്പിക്കുന്ന ദർപ്പണമായ മറിയത്തെ നമ്മൾ വാഴ്ത്തുകയാണ്. ഈ നേരും നിറവിന്റെ ഒരു ഭാഗം കൂടിയാണ് എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുന്ന നല്ല നീതി. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ധർമ്മിഷ്ഠത എന്ത്, നീതി എന്ത്. ഈ സത്യനിഷ്ഠമായ കാര്യം, നേരും നിറവെന്ന് പറയുന്നത് എല്ലാവരോടും പക്ഷപാതം കാണിക്കാതെ ചെയ്യുന്നതല്ല, പക്ഷം പിടിക്കുന്നതാണ്. ദരിദ്രരോട്, വിധവകളോട്, അനാഥരോട്, നിസ്സഹായരോട്, രോഗികളോട്, അവരോടെല്ലാം വിശേഷപ്പെട്ട കരുതല്, അത് യഥാർത്ഥ സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് പല മക്കളുണ്ടെന്ന് കരുതുക. ഒരു കൊച്ചു രോഗിയാന്ന് കരുതുക. ഈ അമ്മയുടെ മുഴുവൻ സമയവും, അപ്പന്റെ മുഴുവൻ സമയം ആ കുട്ടിയുടെ കൂടെ ആകില്ലേ? രോഗമില്ലാത്ത കുട്ടികളുടെ കൂടെ അമ്മ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. രോഗിയായി കുട്ടിയുടെ കൂടെയാണ്. അത് മറ്റുള്ള മക്കൾക്ക് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ നിസ്സഹായര്, രോഗികള്, ദരിദ്രര്, അനാഥര്, വിധവകള്, അവരോടൊക്കെ സ്പെഷ്യൽ കരുണ കാണിക്കുന്നതും ധർമ്മിഷ്ഠയുടെ ഭാഗമാണ്, നേരും നിറവിന്റെയും ഭാഗമാണ്. അപ്പൊ പക്ഷാഭേദം പാടില്ല എന്നല്ല അതിനർത്ഥം. ചിലപ്പോൾ പക്ഷം പിടിക്കേണ്ടി വരും, അതും സ്നേഹത്തിന്റെ ഭാഗമാണ്. ഏതായാലും ദൈവത്തിന്റെ നീതി എന്ത്, ദൈവത്തിന്റെ ജ്ഞാനമെന്ത്, ദൈവത്തിന്റെ വചനമെന്ത്, അതിന്റെയൊക്കെ ഒരു പ്രതിഫലനം കാണുന്ന ഒരു ദർപ്പണമാണ്, കണ്ണാടിയാണ് മറിയം. അത് ഗംഭീരമായ ഒരു ചിത്രമാണ് മറിയത്തെക്കുറിച്ച്. നമ്മൾ മറിയത്തിന്റെ മക്കളാണ്. നമ്മളും നീതിയുടെ പ്രതിഫലനമായിട്ട് മാറട്ടെ, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രതിഫലനമായി മാറട്ടെ, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രതിഫലനമായി മാറട്ടെ. അങ്ങനെ മറിയത്തിന്റെ മക്കളായി മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സ്ലീവാകാലം 3-ാം ഞായർ. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാന്യ സ്ത്രീ പുറപ്പെട്ടു വന്ന് അവനോട് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് പിശാചബാധ കഠിനമായിരിക്കുന്നു. എന്നാൽ അവൻ അവളോട് ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. അവൻ ശിഷ്യന്മാർ അടുത്ത് വന്ന് അവളോട് അഭ്യർത്ഥിച്ചു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയച്ചാലും. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഗ്രഹത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകൾ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ അവൾ വന്ന് അവനെ പ്രണമിച്ചപേക്ഷിച്ചു, കർത്താവെ, എന്നെ സഹായിക്കണമേ. അവൻ മറുപടി പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. അതേ കർത്താവെ, നായ്ക്കുട്ടികളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. അവൾ പറഞ്ഞു. മറുപടിയായി യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴിക മുതൽ അവളുടെ മകൾ സൗഖ്യമുള്ളവളായി തീർന്നു.
വളരെ പ്രസക്തമായ ഒരു സുവിശേഷ ഭാഗമാണ് സഭാമാതാവ് ഈ സ്ലീവായുടെ പുകഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. ഭക്ഷണത്തിന്റെയും ലിംഗത്തിന്റെയും പേരിൽ മനുഷ്യരിൽ വിവേചനം പാടില്ലെന്ന് ശക്തമായ വാക്കുകളിൽ പ്രബോധനം നൽകുകയായിരുന്നു ഈശോ ഇതിനു മുൻപ് 15-ാമത്തെ അധ്യായം 1 മുതൽ 20 വരെ. അത് പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയാണ് ഇപ്പോ ഈ സംഭവത്തിൽ 21 മുതൽ 28 വരെ വചനങ്ങളിൽ. അതിനായി തന്നെ യേശു വിജാതിര നാട്ടിലേക്ക് പോവുകയാണ്. വിജാതീയനായ കൊർണേലിയൂസിനെ മാനസാന്തരപ്പെടുത്തുന്നതിന് മുൻപ് പത്രോസിനൊരു ദർശനം ഉണ്ടാകുന്നുണ്ട്. ശുദ്ധവും അശുദ്ധമായ ഭക്ഷണത്തെക്കുറിച്ചായിരുന്നു ആ ദർശനം. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 10-ാമത്തെ അധ്യായത്തിലുണ്ട്. ഇവിടെ ശുദ്ധവും അശുദ്ധവുമായ ആഹാര സാധനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പിന്നാലെ യേശു ഒരു വിജാതീയ സ്ത്രീയെ കണ്ടുമുട്ടുന്നു. മുമ്പൊരിക്കൽ വിജാതീയനായ ശതാധിപനുമായി യേശു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. 8-ാമത്തെ അധ്യായം മത്തായിയുടെ സൂചിച്ചിട്ട് 8-ാമത്തെ അധ്യായം 5 മുതൽ 13 ഒരു വാക്യം പറയുന്നുണ്ട്. അപ്പോൾ ശുദ്ധവും അശുദ്ധമായ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച കഴിഞ്ഞു. മത്തായി 15:1 മുതൽ 20 വരെ. എന്നിട്ട് സമൂഹം അശുദ്ധി എന്ന് കരുതിയ ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ മകള് അവളെ കണ്ട് കർത്താവ് അവർ അശുദ്ധരല്ല എന്ന് തെളിയിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് പത്രോസിന്റെ ദർശനം, സ്ലീഹന്മാരുടെ നടപടി, ശുദ്ധവും അശുദ്ധമായ ഭക്ഷണം അല്ലേ, അതേക്കുറിച്ച് കഴിഞ്ഞിട്ടാണ് വിജാതീയനായി കൊർണേലിയൂസിനെ മാനസാന്തരപ്പെടുത്തണേ. അപ്പൊ കർത്താവിന്റെ ജീവിതത്തിലും പത്രോസിന്റെ ജീവിതത്തിലും പിന്നീട് പൗലോസിന്റെ ജീവിതത്തിലും ഒക്കെ ഇതുപോലെ സംഭവങ്ങളുണ്ട്. ഇത് വളരെ വിപ്ലവാത്മകമായി 2000 വർഷം മുമ്പുള്ള കാര്യമാണെന്ന് ഓർക്കണം. നമ്മുടെ നാട്ടിൽ 1936 വരെ ഈ ഈഴവര് അതുപോലെ അതിനേക്കാൾ താഴ്ന്ന ജാതി എന്ന് കണക്കാക്കിയിരുന്നവർക്ക് മാറുമറയ്ക്കാനോ മുട്ടിൻതാരം മുണ്ടെടുക്കാനോ അനുവാദം ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾ വലിയ അപരാധം ചെയ്തേ. ക്രിസ്ത്യാനികൾ വന്നിട്ട് ഇല്ലേ മാറുമറയ്ക്കണം, ഇല്ലേ ക്രിസ്തീയ മിഷണറിമാര് അല്ലേ മറച്ചതുകൊണ്ടല്ലേ ഇപ്പൊ മറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറെ സ്ത്രീകൾ നടക്കുന്നത്. 1936 വരെ കുറെ സ്ത്രീകൾക്ക് മറയ്ക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. മറച്ചത് ഇല്ലേ മറയ്ക്കാനുള്ള കാര്യങ്ങൾ നടത്തിയത് ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്വാധീനം മൂലമാണ്. എന്തൊരു മണ്ടത്തര ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്തേ. ഇപ്പൊ ഈ പറഞ്ഞ ബലാത്സംഗമൊന്നും ഉണ്ടാകില്ലായിരുന്നു. മറയ്ക്കാനും മുട്ടിൻതാരം മുണ്ടെടുക്കാനും സ്ത്രീകൾക്ക് അനുവാദമില്ലാത്ത നാടായിരുന്നു നമ്മുടേത്. അപ്പൊ പിന്നെ എല്ലാവർക്കും കാണാമെങ്കിൽ പിന്നെ എന്ത് ബലാത്സംഗം? ക്രിസ്ത്യാനികളിൽ അപരാധം ചെയ്തേട്ടോ. അതായത് മനുഷ്യരെ തുല്യരായിട്ടോ സമത്വമുള്ളവരായിട്ടോ കാണുന്ന ഒരു പരിപാടി ഭാരതത്തിലില്ല. സാർവത്രികത വാക്ക് തന്നെ ചേരില്ല. എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലായിട്ട് പോലുമില്ല. സാഹോദര്യം എന്ന് പറയുന്നത് ക്രിസ്തുമതത്തിന്റെ ഒരു കൺട്രിബ്യൂഷനാണ്. എല്ലാവരും തുല്യരാണ്. സനാതനധർമ്മം പറയുന്നത് കുറച്ചുപേര് മേൽജാതി, പിന്നെ കുറച്ചുപേര് താഴ്ന്ന ജാതി, പിന്നെ കുറച്ചുപേര് പുറജാതി. അല്ലാണ്ട് എല്ലാവരും ഒരു ജാതി അല്ലല്ലോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ ശ്രീനാരായണ ഗുരു പറഞ്ഞു എന്നുള്ള സത്യമാണ്. എന്നിട്ട് അവരുടെ പിൻഗാമികൾ എന്താ പറയണേ? ഞങ്ങളുടെ ജാതി മാത്രം മതി എന്നാണ്. അങ്ങനെ വിശ്വസിച്ച ക്രിസ്തുവും ക്രിസ്ത്യാനികളുമാണ്. മനുഷ്യരെല്ലാവരും തുല്യരാണ്. അതിനു വേണ്ടിയാണ് കർത്താവ് ലിംഗവ്യത്യാസമോ അതുപോലെ ജാതി വ്യത്യാസമോ ഒന്നുമില്ലാതെ സാർവത്രികത പഠിപ്പിക്കുകയാണ് കർത്താവ്. അത് പ്രബോധനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും. അത് പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് ടയർ സീതോൻ പ്രദേശത്തേക്ക് പോവുകയാണ്. പാലസ്തീനയുടെ വടക്കുള്ള പ്രവിശ്യയാണ് ഫിനീഷ്യ. വിജാതീയ ദേശത്തിന്റെ തെക്ക് ഭാഗത്തുള്ള തുറമുഖ പട്ടണമാണ് ഈ ഫിനീഷ്യയിലെ ടയർ. ഹീബ്രുവില് സോർന്നാണ്, സോറ്. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന മുകളിൽ കിടക്കുന്ന വടക്ക് കിടക്കുന്ന സ്ഥലമാണ് സീതോൻ. ആ പ്രദേശങ്ങളിലും യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ടിരിക്കാം. അല്ലെങ്കിൽ ഈ കാനാന്യ സ്ത്രീ യഹൂദ മതത്തിൽ ചേരാൻ തയ്യാറെടുക്കുന്നവൾ ആയിരുന്നിരിക്കാം. ഏതായാലും യേശുവിനെ കുറിച്ച് കേട്ടു അവള്. കാനാന്യ സ്ത്രീ, സീറോ ഫിനിഷ്യൻ സ്ത്രീ എന്നാണ് മർക്കോസ് പറയണേ. രണ്ടുപേരും ഒരേ സ്ത്രീയെ കുറിച്ചുള്ളത് തന്നെയാണ്. സുറിയാനി സംസാരിച്ചിരുന്ന ഫിനീഷ്യ പ്രദേശത്തുള്ള ഗ്രീക്കുകാരി, പുറജാതിക്കാരി, അതാണ് മർക്കോസ് പറയണേ. മത്തായി പറഞ്ഞ് കാനാന്യ സ്ത്രീ. കാനാന്റെ ആദ്യ ജാതനാണ് സീതോൻ എന്നാണ് ദേശങ്ങളുടെ പട്ടികയിൽ ഉൽപ്പത്തി പുസ്തകം 10:15 കിടക്കണേ. അതിനാൽ അവിടെ നിന്ന് പുറപ്പെട്ടു വരുന്ന സ്ത്രീയെ കാനാന്യ എന്ന് വിളിച്ചിരിക്കുന്നു. കാനാന്റെ ആദ്യ ജാതനാണ് സീതോൻ. അപ്പൊ സീതോൻ എന്ന് വരുന്ന സ്ത്രീയെ കാനാന്യ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നു. ഗ്രീക്കുകാരി യവന സ്ത്രീ എന്നതിന് വിജാതി സ്ത്രീ എന്നാണ് അർത്ഥം. പലതരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാളാണ്. ഈ ആണുങ്ങളുടെ ലോകത്ത് അവൾ പെണ്ണാണ്. ഇപ്പൊ പെണ്ണുങ്ങളുടെ ലോകമാണ്, പണ്ടായത് ആണുങ്ങളുടെ ലോകം. പിന്നെ യഹൂദരുടെ ലോകത്ത് അവള് പുറജാതിക്കാരിയാണ്. പിന്നെ ഭാഷ വേറെയാണ്. സുറിയാനിയോട് സംസാരിക്കണേ. അരാമിയ ഭാഷയോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, എന്നാൽ സുറിയാനിയാണ്. അപ്പോൾ സീറോ മലബാർക്കാർക്കും സീറോ മലങ്കരക്കാർക്കും
ഈ സ്ത്രീയെക്കുറിച്ച് അഭിമാനം കൊള്ളാൻ കേട്ടോ. പിന്നെ കാനാന്യ എന്ന് പറഞ്ഞല്ലോ, മറ്റൊരു വംശത്തിൽപ്പെട്ടത്, വംശീയമായിട്ടും ലിംഗപരമായിട്ടും മതപരമായിട്ടും ഒക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാളാണ് ഈ കാനാന്യ സ്ത്രീ. അവൾ പക്ഷെ കർത്താവിനെ വിളിക്കുന്നത് കർത്താവേ ദാവീദിന്റെ പുത്രനാണ് ഈശോയെ വിളിക്കുന്നത്. മിശിഹ രാജാവിന്റെ സംജ്ഞയാണ് ഈ കർത്താവ് എന്നതും ദാവീദിന്റെ പുത്രൻ എന്നതും. വിജാതി സ്ത്രീക്ക് ഇത് എങ്ങനെ അറിയാം? 3 സാധ്യതകളുണ്ട്. യേശുവിന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലേക്ക് പ്രചരിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അക്കൂട്ടത്തില് ആളുകൾ പറഞ്ഞു കേട്ടതായിരിക്കാം കർത്താവാണ് ദാവീദിന്റെ പുത്രനാണ് ഈശോ എന്നത്. രണ്ടാമത്, ഈ കാനാന്യ സ്ത്രീ യഹൂദ മതത്തിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്ന ആളായിരിക്കാം. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു, പ്രോസ്ലൈറ്റ്സ് എന്ന് പറയും. 3, യഹൂദരുടെ ദൈവത്തെ കർത്താവായി സ്വീകരിക്കാൻ അവൾ തയ്യാറാണെന്ന പ്രഖ്യാപനമായിരിക്കാം. അതായത് അവള് യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. അപ്പൊ ഈ യഹോവിശ്വാസികൾക്ക് ഇതൊരു അടിയാട്ടോ. കാരണം അവള് ഈശോയെ ക്യൂരിയോസ്, യാഹ്വേ, കർത്താവ് എന്നൊക്കെ വിളിക്കുന്നത്. യഹോവ സാക്ഷികൾ പറയുന്നത് ഈശോയെ യാഹ്വേ എന്ന് വിളിക്കാൻ പാടില്ല, കർത്താവ് എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. ഗുരു എന്നൊക്കെ വിളിക്കാം, അല്ലാതെ യാഹ്വേ എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെയാണ് യഹോവ സാക്ഷികൾ പറയണേ. കാരണം ഈശോ ദൈവമല്ലെന്നാണ് അവർ പഠിപ്പിക്കണേ. അവര് ഇസ്ലാമിന്റെ ഒരു വകഭേദമാണ്. ഇങ്ങനെ ഈ സ്ത്രീ വന്നിട്ട് തന്റെ മകള് പിശാചുബാധ ഇങ്ങനെ പിടിപ്പെട്ട് കിടക്കാന്നൊക്കെ പറഞ്ഞിട്ടും യേശു ഒരു വാക്ക് പോലും മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഒരുപക്ഷെ കാനാന്യ സ്ത്രീയുടെ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു സാധ്യത. 2, അവൾ വിശ്വാസത്തിന്റെ ആഴം പ്രകാശിപ്പിക്കാൻ അവൾക്കൊരു അവസരം കൊടുക്കുന്നതായിരിക്കാം. അങ്ങനെയാണ് വിശുദ്ധ ക്രിസോസ്റ്റം അത് വ്യാഖ്യാനിച്ചത്. ഇസ്രായേൽ ഗൃഹത്തിന് നഷ്ടപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് അല്ലാതെ അയച്ചിട്ടില്ലെന്ന് യേശു പറയുന്നുണ്ട്. അതായത് യുഗാന്തത്തിലേക്കായി ഇസ്രായേൽക്കാരെ ശേഖരിക്കുകയാണ് തന്റെ ദൈവിക ദൗത്യം. വിജാതിയർക്കുള്ള ദൗത്യം അത് പൗലോസും സഭയും ചെയ്യേണ്ടതാണ്. ഇസ്രായേലരെ ശേഖരിക്കുക എന്നുള്ളതാണ് ഈശോ മിശിഹായുടെ ദൗത്യം. വിജാതിയർക്കുള്ള ദൗത്യം അത് യേശുവിന്റെ തുടർച്ചയായ സഭയാണ് ചെയ്യേണ്ടത്. അത് ചെയ്തതാണ് പൗലോസ്. അപ്പോ അത് യേശു വ്യക്തമാക്കുകയാണ്, ഇത് എന്റെ ദൗത്യം ഇതാണ്, എനിക്ക് ശേഷം സഭയാണ് വിജാതിയർക്കുള്ള ശുശ്രൂഷ ചെയ്യാനാണ്. എന്റെ സമയമായിട്ടില്ല എന്ന് കാനായിൽ വെച്ച് മറിയത്തോട് പറഞ്ഞ യേശുവിനെയാണ് നമ്മൾ ഇപ്പോൾ ഓർക്കുക. അവിടെ മറിയം യേശുവിനെ നിർബന്ധിച്ച പോലെ ഇവിടെ ഈ സ്ത്രീയും യേശുവിനെ തന്റെ ആവശ്യം നടന്നു കിട്ടാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. സ്ത്രീകൾക്ക് അങ്ങനെ കാര്യം നടത്താനുള്ള കഴിവുണ്ട് താനും, നമ്മളത് കണ്ട് പഠിക്കേണ്ടതുണ്ട്. അവര് വിട്ടുകൊടുക്കില്ല, ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ മറിയത്തിന്റെ അപേക്ഷ കേട്ട് സമയത്തിന് മുമ്പേ മേൽത്തരം വീഞ്ഞുണ്ടാക്കി കർത്താവ്. അതുപോലെ വിജാതിയരുടെ സമയമാകുന്നതിന് മുമ്പേ വിജാതിയർക്ക് ദൈവത്തിനുള്ള സൗഖ്യം കൊടുക്കുകയാണ് ഈശോയുടെ. ഇത് എന്തൊരു ക്ഷേമമാണ്. കാനായിലെ കല്യാണവും ഇതും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അവിടെ സമയമാകുന്നതിന് മുമ്പ് മേൽത്തരം വീഞ്ഞു കൊടുത്തു. അത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. ഇവിടെ വിജാതിയരുടെ സമയം, അത് സഭയുടെ സമയമാണ്. അതാകുന്നതിന് മുമ്പേ ഈ സ്ത്രീയുടെ നിർബന്ധത്തിന് വഴങ്ങി കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. തീർച്ചയായിട്ടും യേശുവിന്റെ ആദ്യത്തെ മൗനം അല്ലെങ്കിൽ തിരസ്കാരം വേദനാജനകമാണ്, പീഡനമാണ്. പക്ഷെ സ്നേഹബുദ്ധിയോടെ ദൈവത്തെ നിർബന്ധിക്കാനുള്ള സ്വാതന്ത്ര്യം നാം എടുത്താൽ ദൈവം അത് ആസ്വദിക്കും. മക്കളുടെ ചില നിർബന്ധങ്ങൾക്ക് മുമ്പിൽ അപ്പനും അമ്മയൊക്കെ വഴങ്ങിക്കൊടുക്കില്ലേ? അത് ആസ്വദിച്ചുകൊണ്ടല്ലേ. ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ആണെങ്കിലും മക്കളുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് മാതാപിതാക്കൾക്ക് അതൊരു അവരുടെ ഒരു ശൈലിയാണ്. അല്ലെങ്കിൽ അതിലൊരു ആനന്ദമുണ്ട്. മക്കളുടെ മുമ്പിൽ തോറ്റുകൊടുക്കുന്ന മാതാപിതാക്കൾ അത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടമാണ് എന്ന് കരുതി അല്ല തോന്നിവാസം തോന്നിവാസം ചെയ്യുമെന്നല്ല. നേരത്തെ പറഞ്ഞല്ലോ, സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആവശ്യങ്ങൾക്കാണ് ഈ പറഞ്ഞത് സ്വീകാര്യമാകുക. സ്ലീഹന്മാര് പറയാണ് കർത്താവിനോട്, അവളെ പറഞ്ഞയച്ചാലും വെറും കൈയോടെയല്ല. അവർക്കൊരു ശല്യം ചെയ്ത് തുടങ്ങി. ഇവളിപ്പോൾ ഞാനെങ്ങനെ പറഞ്ഞു നടക്കുവാണല്ലോ. അവൾ ആഗ്രഹിക്കുന്നത് പോലെ അവളുടെ മകളെ സുഖപ്പെടുത്തിയാലും എന്നാണ് ശിഷ്യന്മാര് പറയണേ. യഹൂദരായ ശിഷ്യന്മാര് വിജാതി സ്ത്രീക്ക് വേണ്ടി, അതായത് പഴയ നിയമത്തിൽ തിന്മയുടെ ആൾരൂപങ്ങളായി കണക്കാക്കിയ കാനാന്യരുടെ ഇടയിൽ നിന്നുള്ള സ്ത്രീക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. യഹൂദരായ ശിഷ്യന്മാര് വിജാതീയ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. തിന്മയുടെ ആൾരൂപങ്ങളാണ്, അതായത് വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതുകൊണ്ട് ഈ വിജാതിയെ കണക്കാക്കിയിരുന്നേ. അങ്ങനെയുള്ള ഗണത്തിൽപ്പെട്ട സ്ത്രീക്ക് വേണ്ടിയാണ് യഹൂദരായ ശിഷ്യന്മാരെ കർത്താവിനോട് മധ്യസ്ഥം വഹിക്കുന്നത്. അത് മധ്യസ്ഥം വേണം, വിശുദ്ധന്റെ മധ്യസ്ഥം വേണം എന്നൊരു തെളിവ് കൂടിയാണ്. ഇങ്ങനെ ശിഷ്യന്മാര് അവൾക്ക് വേണ്ടി വാദിക്കുന്നു ഇല്ലേ, മധ്യസ്ഥം വഹിക്കുന്നു കണ്ടപ്പോ അവള് എന്താ ചെയ്തത്? അവൾ വന്ന് ഈശോയുടെ മുമ്പിൽ അങ്ങ് പ്രണമിച്ചു. അതുവരെ പുറകെ നടന്നിരുന്ന സ്ത്രീ ഇപ്പോൾ യേശുവിന് മുമ്പിൽ വന്ന് യേശുവിന് മുമ്പിൽ പ്രണമിച്ചു.
ഇന്നത് വായിക്കുന്നവർക്കറിയാം ഈ പ്രണവം തീർച്ചയായിട്ടും ആരാധനയാണെന്ന്. അന്ന് ആ സ്ത്രീ അറിഞ്ഞോ ഇത് സ്ത്രീ ഈ കർത്താവാണെന്നും ഇത് ആരാധനയാണെന്നും? പല ധ്വനികളുടെ ഈ പ്രണാമത്തിന്. ഒന്ന്, എത്ര തിരിച്ചടി നേരിട്ടാലും പിൻവാങ്ങുന്ന കൂട്ടത്തിലല്ല ഈ സ്ത്രീ. ഓരോ തിരിച്ചടി നേരിടുമ്പോഴും അവൾ കൂടുതൽ ശക്തിയാവുകയായിരുന്നു. പെണ്ണുങ്ങളുടെ മനസ്സിന്റെ ബലം അപാരമാണ്. അവരറിയാത്തവരാണ് അവരെ അബലകൾ എന്ന് വിളിക്കുന്നത്. 2, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. തന്റെ മകളോടുള്ള സ്നേഹം അവളെ ഏതറ്റം വരെയും പോകാനും പ്രാപ്തമാക്കുന്നു. 3, ആവശ്യക്കാരന് ഔചിത്യമില്ല. അവളുടെ മനസ്സിലുള്ളത് മുഴുവൻ വീട്ടിൽ രോഗിയായി കിടക്കുന്ന മകള് മാത്രമാണ്. ആ മകൾക്ക് ആശ്വാസം ലഭിക്കണം. വിശുദ്ധ ക്രിസോസ്റ്റം ഈ സ്ത്രീയുടെ അമ്മയുടെ ഹൃദയവികാരം ഇങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്: എന്റെ മകള് ബോധമറ്റ് കിടക്കുകയാണ്. അവളുടെ ലോകത്തിന്റെ തീവ്രത പോലും അവൾ അറിയുന്നില്ല. കണക്കില്ലാത്ത ദുരിതം അനുഭവിക്കുന്നത് ഞാനാണ്. ഞാൻ ബോധത്തോടു കൂടി രോഗിയായിരിക്കുന്നു. മകൾക്ക് മകളുടെ രോഗത്തിന്റെ ഗൗരവം അറിയില്ല, അവളുടെ വേദന അറിയില്ല. അവൾ ബോധനാണ് കിടക്കുക. അപ്പോൾ ഞാൻ ബോധത്തോടു കൂടി രോഗിയായിരിക്കുക. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ ഭ്രാന്ത്. അവൾക്ക് പിശാച് ബാധ മകൾക്ക് അറിയാൻ പാടില്ല. അവൾ അത്രമാത്രം രോഗിയായിട്ടുണ്ട്. അവൾക്ക് രോഗമാണെന്ന് അറിയില്ല. അവൾക്ക് ഭ്രാന്ത് പോലെ കിടക്കുകയാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഭ്രാന്ത് വരികയാണ് എനിക്ക്. അമ്മ ചിന്തിക്കുകയാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് രോഗിയായിരിക്കുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ഇത് കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല. കർത്താവ് പറഞ്ഞു, അവളോട് പറയാ, മക്കളുടെ അപ്പം എടുത്ത് ഈ നായക്കുട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിയാണോ? ദൈവജനം എന്ന നിലയിൽ ഇസ്രായേൽക്കാരെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച പൈതൃക അവകാശത്തെയാണ് ഇവിടെ അപ്പം എന്ന് ഉപയോഗിക്കുന്നത്. അതതിന്റെ പൂർണ്ണതയിൽ കൊണ്ടുവന്നത് യേശുവാണ്. അതായത് ദൈവത്തിൽ ലഭിച്ച പൈതൃക അവകാശം, അതിനാണ് അപ്പം എന്ന് പറയണേ. അത് യേശു കൊണ്ടുവന്നു, ദൈവത്തിന്റെ അപ്പം. അതിന്റെ പൂർണ്ണ അവകാശി ഇസ്രായേൽക്കാരാണ്. ആ അപ്പം അതെടുത്തിട്ട് നായക്കുട്ടികൾ കൊടുക്കാമോ എന്നാണ്. അപ്പൊ കർത്താവ് ഉപയോഗിച്ച വാക്ക് നോക്കുക. നായ, പട്ടി എന്നതിന് ഒക്കെയുള്ള എന്നതിനുള്ള ഗ്രീക്ക് വാക്ക് ക്യൂഓൺ എന്നാണ്. ക്യൂഓൺ. ഈ യേശു ഉപയോഗിച്ചത് ക്യുനാരിയൻ എന്നാണ്. അതായത് നമ്മൾ പപ്പീസ് എന്ന് പറയല്ലോ, വീട്ടിനകത്ത് വളർത്തുന്ന കൊച്ചു പട്ടികൾ, അതിനുപയോഗിക്കുന്ന വാക്കാണ് ക്യുനാരിയോൺ. ഈ ഡിയർ എന്നതിന് പകരം ഡാർലിംഗ് എന്ന് ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു വാക്ക്. പട്ടിക്കുട്ടി, നായക്കുട്ടി, വീട്ടുനായ എന്നൊക്കെയാണ് അതിനർത്ഥം. പപ്പീസ് എന്ന് പറയാം. യേശു ഉപയോഗിച്ചത് കിയോൺ എന്ന, നായ അല്ലെങ്കിൽ പട്ടി എന്നല്ല, നായക്കുട്ടി അല്ലെങ്കിൽ പട്ടിക്കുട്ടി അല്ലെങ്കിൽ വീട്ടുനായ, പപ്പീസ്, ആ വാക്കാണ്. അതായത് നായ, പട്ടി എന്നൊക്കെ പറയാതെ നായക്കുട്ടി എന്ന് പറഞ്ഞപ്പോ പൂർണ്ണമായിട്ടങ്ങ് നിഷേധിച്ചിട്ടില്ല ഈ സ്ത്രീയെ. അത് പക്ഷേ അവൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നീടൊരു ചർച്ച സാധ്യമാകാത്ത തരത്തിൽ വാതിൽ അടച്ചിട്ടില്ല കർത്താവ്. യേശുവിന്റെ അന്തിമ തീർപ്പല്ല അത്. അതിലൊരല്പം ഹാസ്യമുണ്ട്, ഫലിതമുണ്ട്. ഒരുപക്ഷെ യേശുവിന്റെ ചുണ്ടുകളിൽ നേരിയൊരു മന്ദകർസം ഉണ്ടായിരുന്നിരിക്കുമെന്നാണ് വേദശാസ്ത്രികൾ പറയണേ. ഈ ഇങ്ങനെ കടുത്തു പറയല്ല, ഈ മക്കൾക്കുള്ള അപ്പം എടുത്തിട്ട് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയാണോ പെണ്ണേ എന്ന് ഒരല്പം ചിരിച്ചുകൊണ്ട്. പക്ഷെ അവൾക്ക് ഭയങ്കര ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു ഇവള്. നായ എന്നോ പട്ടിന്നോ നല്ല കർത്താവ് പറഞ്ഞത് നായക്കുട്ടി എന്നാണ്, പപ്പി എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം അവൻ തീർച്ചങ്ങട് നിഷേധിച്ചിട്ടില്ല. കാനാന്യസ്ത്രീയുടെ ബുദ്ധി പെട്ടെന്ന് വർക്ക് ചെയ്ത് അവളുടെ മറുപടിയും പെട്ടെന്നായിരുന്നു. അല്പം നാമബോധം അവളും കാണിച്ചു. കർത്താവിന്റെ ആ ഫലിതത്തിന് അവള് അങ്ങനെ തന്നെ പറഞ്ഞു, അതേ കർത്താവേ, ഈ മക്കൾക്കുള്ള അപ്പം മക്കൾക്ക് നായ്ക്കുട്ടികൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ നായ്ക്കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടല്ലോ, അതായത് മേശത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത്, അത് മക്കൾക്കുള്ളതല്ലല്ലോ. പ്രത്യേകിച്ചും അക്കാലത്ത് ഈ കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കണേ, സ്പൂണും ഫോർക്കൊന്നുമില്ല. അപ്പൊ ഈ കയ്യിലെ എണ്ണയും അല്ലെങ്കിൽ നെയ്യൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് തുടയ്ക്കുന്നതും ഒരു ബ്രെഡിനെയാണ്. അതാണ് അവിടുത്തെ രീതി. അത് തുടച്ചിട്ട് അത് നിലത്തിടുക, അത് പിന്നീട് കളക്ട് ചെയ്തിട്ട് പട്ടിക്ക് കൊടുക്കും. അപ്പൊ ഈ മേശപ്പുറത്ത് താഴെ വീഴുന്നത് നായക്കുട്ടികൾക്കുള്ളതല്ലേ? മക്കൾക്കുള്ള അപ്പം ഞാൻ ചോദിച്ചില്ല. മക്കൾക്കുള്ളപ്പം മക്കൾക്ക് കൊടുത്തോ. പക്ഷെ നായ്ക്കുട്ടികൾ, ഇത് ഈ മേശപ്പുറത്ത് താഴെ വീഴുന്ന നായ്ക്കുട്ടികൾക്കുള്ളതല്ലേ? അത് ഇല്ലേ കർത്താവിന്റെ വാക്കുകൾ തനിക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കാനായിട്ടുള്ള അവരുടെ ബുദ്ധി, ആ പ്രസൻസ് ഓഫ് മൈൻഡ്. എന്നാൽ ആ പെണ്ണിന്റെ അഹങ്കാരം കണ്ടില്ലേ എന്ന് പറയിപ്പിച്ചില്ല. കാരണം എന്താ? കർത്താവിന്റെ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടാണ് അവൾ പറയുന്നത്. ഒരല്പം ഹാസ്യം കലർത്തിയാണ് പറയണേ. ഇത്തരം വേദനയൊക്കെ ഉള്ളപ്പോഴും അവളുടെ നർമ്മബോധം അവൾക്ക് വിട്ടുപോയിട്ടില്ല. ഒരു ജ്ഞാനസൂക്തത്തിന് മറുപടിയായിട്ട് മറ്റൊരു സൂക്തം വെക്കാന്നൊക്കെ പറയും. ചിലപ്പോൾ ഒരു പഴഞ്ചൊല്ലിന് മറുപടിയായിട്ട് വേറൊരു പഴഞ്ചൊല്ലൊക്കെ പറയുമല്ലോ. അങ്ങനത്തെ ഒരു രീതിയാണ് ഈ സ്ത്രീ ചെയ്തത്. ഈ ഗ്രാമീണ സ്ത്രീകളെ കണ്ട ഒരു രസികത്വം, ഒരു
നർമ്മബോധം ഈ സ്ത്രീയിലുണ്ട്. ആ സ്ത്രീയുടെ വാക്സാമർത്ഥ്യം യേശു അങ്ങ് ആസ്വദിച്ചു. പെണ്ണിന്റെ പിടിവാശിയും മക്കളെക്കുറിച്ചുള്ള ഒരു അമ്മയുടെ വേദന എത്രയെന്നും യേശുവിന് മനസ്സിലായി. സ്നേഹത്തിൽ ഉത്ഭവിക്കുന്ന വിശ്വാസമാണ് യേശുവിന് ഏറ്റവും ഇഷ്ടം. അതിനാൽ അവൻ സൗഖ്യത്തിന്റെ കൃപ ചൊരിയാണ്. അവളുടെ വലിയ വിശ്വാസത്തെക്കുറിച്ച് സമൃദ്ധമായി പ്രശംസ ചൊരിയാനും ഈശോ മടിച്ചില്ല. മത്തായിയുടെ സുവിശേഷത്തില് വലിയ വിശ്വാസം ഉള്ളവളെ എന്ന് യേശു ആരെയെങ്കിലും കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സ്ത്രീയെ കുറിച്ചാണ്. യേശു കൊണ്ടുവന്ന രക്ഷ ഇസ്രായേൽക്കാർക്ക് മാത്രമുള്ളതല്ലെന്നും അതിൽ വിജാതിയർക്കും പങ്കുണ്ടെന്നും വെളിപ്പെടുത്തുകയാണ് ഈ സംഭവം. യേശു വിശ്വസിക്കുന്ന വിജാതിയർക്ക് രക്ഷയുണ്ട്. യേശു തന്നെ വിജാതിയർക്കുള്ള ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുന്നു. യേശുവിന്റെ സഭ അത് തുടരാനിരിക്കുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു. സീറോ മലബാർ സഭയില് ഈ മോണ്ടളം, മുഖമണ്ഡപം അല്ലെങ്കിൽ നടപ്പുര എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലമുണ്ടായിരുന്നു. പല പള്ളികളും, പഴയ പള്ളികൾക്ക് ഇപ്പോഴും ഉണ്ട്. പള്ളികൾ പുതുക്കി പണിതപ്പോഴാണ് അത് വേണ്ടെന്ന് വെച്ചത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1928 SNDP യോഗം സീറോ മലബാർ സഭയിൽ ചേരാൻ തീരുമാനിച്ചതാണ്. കാരണം അവർക്കവിടെ മാറി മറയ്ക്കാനും മുട്ടുകാരൻ മുണ്ടെടുക്കാനും അനുവാദം ഉണ്ടായിരുന്നില്ലേ. നമ്മുടെ പള്ളികൾ അവർക്ക് തുറന്നിട്ട് കൊടുത്തു, വചന ശുശ്രൂഷ കേൾക്കാം. അതുകൊണ്ടാണ് വചന ശുശ്രൂഷ കഴിയുമ്പോൾ മാമോദിസ സ്വീകരിക്കാത്തവർ പുറത്തു പോകട്ടെ, ജീവന്റെ അടയാളം സ്വീകരിക്കാതെ പുറത്തു പോകട്ടെ എന്ന് ഡീക്കൻ അനൗൺസ് ചെയ്യണേ. അവർക്ക് ചെന്ന് നിൽക്കാനുള്ള സ്ഥലമായിരുന്നു ഈ മോണ്ടളം, മുഖമണ്ഡപം. അതായത് യേശു കൊണ്ടുവന്ന രക്ഷ ഇസ്രായേൽക്കാർക്ക് മാത്രമുള്ളതല്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല എന്ന് ലിറ്റർജിയിൽ പോലും പ്രഖ്യാപിച്ചിരുന്ന ഒരു സഭയാണ് സീറോ മലബാർ സഭ. ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് പുതിയ പള്ളികൾ പണിയുമ്പോൾ വിജാതിയരും പള്ളിയിൽ വരണ്ട, വിജാതിയുടെ സ്ഥലമില്ല, വചന ശുശ്രൂഷയില്ല എന്ന മട്ടിലും മുഖമണ്ഡപമൊക്കെ ഇല്ലാതാക്കിയത്. ക്രിസ്തുവിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ പള്ളി പണിതിരുന്നവരാണ് നമ്മൾ. അതുപോലെ നമ്മുടെ നാട്ടിലെ ഉച്ചനീചത്വങ്ങൾ, ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന ഒട്ടും സനാതനമല്ലാത്തതും ധർമ്മമല്ലാത്തതുമായ സംഗതി അതൊക്കെ പൊളിച്ചെഴുതി ഈ സമത്വവും ലിംഗഭേദമില്ലാത്ത, ജാതി വ്യത്യാസമില്ലാത്ത, മതവ്യത്യാസമില്ലാത്ത എല്ലാവർക്കും ദൈവസ്നേഹവും സഹോദര സ്നേഹവും കൊടുക്കാനുള്ള ഒരു സാർവത്രിക പദ്ധതി കൂടിയാണ് ക്രിസ്തുധർമ്മം. അത് നമ്മുടെ ദേവാലയത്തിന്റെ ഘടനയിലും എല്ലാത്തിലും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സമുദായത്തിന്റെ ആ യഥാർത്ഥ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കണമെന്ന് പറയുന്നത് ഈ സീറോ ഫിനിഷൻ സ്ത്രീ, സുറിയാനി സംസാരിക്കുന്ന സ്ത്രീയുടെ ആ സ്ത്രീയെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഇത്ര വലിയ വിശ്വാസം, അതിൽ ആരെങ്കിലും കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സ്ത്രീയെ കുറിച്ച് മാത്രമാണ്. അതൊരു സുറിയാനി പെണ്ണായിരുന്നു ഓർക്കണം. നമ്മളിത് പഠിച്ച് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭയുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ സ്ലീവാക്കി പുകഴ്ചയുണ്ടാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അടിച്ചു മാറ്റിയ വക തിരിച്ചു തരൂ. വട്ടോളിയുടെ രാജിയുടെ 8ാമത്തെ കാരണം കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതാണ് ഈ വചനം, ഈ വാക്ക്. വട്ടോളി രാജിവെക്കാനായിട്ട് പറയുന്ന 8ാമത്തെ കാരണം അത് ഇച്ചിരി രസകരമായ സംഗതിയാണ്. ഇത് വട്ടോളിയുടെ മാത്രം പ്രശ്നമല്ല, വിമത വൈദികരുടെയും മാത്രം പ്രശ്നമല്ല, പല വൈദികരുടെയും പല ക്രിസ്ത്യാനികളുടെയും പ്രശ്നമാണ്. അപ്പോൾ നമുക്കത് കേൾക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം. വട്ടോളി രാജിവെക്കാനുണ്ടായ 8ാമത്തെ കാരണം, കുർബാന അർപ്പണ രീതിയിൽ ഏകീകരണം വരുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ സൗഹാർദ്ദവും സാഹോദര്യവും പാരസ്പര്യവും ആഴത്തിൽ വേരോടും എന്നുറപ്പുണ്ടോ? കുർബാന ഏകീകരണത്തിലൂടെ യേശുവിന്റെ പ്രബോധനത്തിലെ ഏറ്റവും കനപ്പെട്ട കാര്യങ്ങൾ, അതായത് തന്നെപ്പോലെ തന്റെ അയൽക്കാരനെ അവർ സ്നേഹിക്കാൻ തുടങ്ങും. കുർബാനയിൽ പങ്കെടുത്ത് യേശുവിനോട് അത്രമാത്രം അടുത്ത് പോയതുകൊണ്ട് അയൽക്കാരന്, അർഹതയുള്ളവന് തന്റെ അധ്വാന ഫലത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് കൃത്യമായൊരു തുക കൃത്യമായ ഇടവേളകളിൽ തുടർച്ചയായി പങ്കുവയ്ക്കാൻ സീറോ മലബാർ സഭാ വിശ്വാസികൾ തീരുമാനമെടുക്കും. പോകെ അങ്ങനെ പങ്കുവയ്ക്കുന്ന തുകയുടെ ശതമാനം വർദ്ധിപ്പിച്ച് 10, 20, 30, 40, 50 എന്നാവുകയും കുറച്ച് മെത്രാന്മാരും വൈദികരും ജനങ്ങളും തങ്ങൾക്കുള്ളതെല്ലാം യേശു ആവശ്യപ്പെട്ടതുപോലെ പൂർണ്ണമായും വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്ത് സേവിക്കാനിറങ്ങും. അങ്ങനെ സംഭവിക്കുമ്പോൾ കേരളത്തിലെ ദാരിദ്ര്യവും പട്ടിണിയും അഴിമതിയും അനീതിയും വർഗീയതയും കുത്തനെ കുറയുകയും സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. എത്രയോ കുർബാനകൾ എത്രയോ കാലങ്ങളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചലനമാണ് ഈ പ്രാർത്ഥനകൾ ഈ സമൂഹത്തിൽ മനുഷ്യരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്?
ഇതൊക്കെയാണ് വട്ടോളി ചോദിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ വട്ടോളി രാജിവെക്കാനുള്ള കാരണം ഇതൊക്കെയാണെന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഉറപ്പില്ലായ്മയും, ദൈവവിശ്വാസം ഇല്ലേ ഒരു അല്പം പോലും, ഒരു ശതമാനം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്. അതുപോലെ ഈ വിമത വൈദികർക്കും. അതുകൊണ്ട് ഇതിലത്തെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു പോകാം. പലതും ദീർഘമായ ഉത്തരങ്ങൾ ആവശ്യമുള്ളതല്ല. അദ്ദേഹത്തിന് ഈ 8ാമത്തെ കാരണത്തിൽ പല ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. കുർബാന അർപ്പണ രീതിയിൽ ഏകീകരണം വരുത്തിക്കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ സൗഹാർദ്ദവും സാഹോദര്യവും പാരസ്പര്യവും ആഴത്തിൽ വേരോടും എന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എന്താ സംശയം? ഇപ്പോ വിഭാഗീയത സൃഷ്ടിക്കുന്നത് എറണാകുളമാണ്. അത് സൃഷ്ടിക്കാതിരുന്നാൽ, കുർബാന അർപ്പണത്തിൽ ഏകീകൃത രീതി വന്നാൽ സാഹോദര്യം കൂടും, പാരസ്പര്യം കൂടും, സൗഹാർദ്ദം കൂടും. ഇത് നമ്മുടെ ഇടവകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നതല്ലേ. ഇത് എറണാകുളത്താണ് ഈ വിഭാഗീയത മുഴുവനുള്ളത്. മറ്റിടവകളിലും രൂപതകളിലും ഈ പ്രശ്നങ്ങളില്ല, പ്രത്യേകിച്ചും ജനങ്ങളുടെ ഇടയിൽ ഒട്ടുമില്ല. അപ്പോൾ ഉറപ്പുണ്ട് എന്ന് തന്നെയാണ് വട്ടോളിയോട് പറയാനുള്ളത്. 2, കുർബാന ഏകീകരണത്തിലൂടെ യേശുവിന്റെ പ്രബോധനത്തിൽ ഏറ്റവും കനപ്പെട്ട കാര്യങ്ങൾ, അതായത് തന്നെപ്പോലെ തന്റെ അയൽക്കാരനെ അവർ സ്നേഹിക്കാൻ തുടങ്ങും. ഇതിനകത്തൊരു ചെറിയ തെറ്റുണ്ട്, അത് തിരുത്തിയിട്ട് ഞാൻ ഉത്തരം പറയാം. യേശുവിന്റെ പ്രബോധനത്തിന്റെ ഏറ്റവും കനപ്പെട്ട കാര്യം തന്നെപ്പോലെ തന്റെ അയൽക്കാരെ സ്നേഹിക്കുക എന്നുള്ളതല്ല. അത് 2ാമത്തെ പ്രമാണമാണ്. സുപ്രധാന കൽപ്പന ഏതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ക്ഷേമ പ്രാർത്ഥനയാണ് ചൊല്ലിയത്. നിയമാവർത്തന പുസ്തകത്തിലെ ക്ഷേമ പ്രാർത്ഥന മർക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ആ ക്ഷേമ പ്രാർത്ഥന അങ്ങനെ തന്നെ കർത്താവ് ചൊല്ലുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 12ാമത്തെ അധ്യായം ഒന്ന് വട്ടോളി വായിച്ചു നോക്കണം. അവിടെ നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്, ഏക ദൈവമാണ്, അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുന്ന. സർവ്വശക്തി എന്ന് പറഞ്ഞാൽ സർവ്വപണം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കലാണ് 1ാമത്തെ പ്രമാണം. അതാണ് യേശുവിന്റെ പ്രബോധനത്തിലെ ഏറ്റവും കനപ്പെട്ടത്. 2ാമത് വരുന്നതാണ് അത് തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോ യേശുവിന്റെ പ്രബോധനത്തിലെ ഏറ്റവും കനപ്പെട്ട കാര്യം വട്ടോളിക്ക് അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. വിമത വൈദികർക്കും അറിയില്ല. നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുക. അതിന് താഴെയാണ് ഈ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്. അത് വട്ടോളിക്ക് അറിയാതെ പോയതാണ്. ഈ വട്ടോളിക്കും വിമതർക്കും അറിയാതെ പോയതാണ് വാസ്തവത്തിൽ എറണാകുളത്തെ പ്രശ്നം. അപ്പൊ അത് തിരുത്ത്. ഇനി തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നവർ സഹോദരനിലേക്ക് തിരിയുമെന്നുള്ളത് തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഈ ലോകം തന്നെ മാറ്റിമറിച്ചത് ഈ ദൈവസ്നേഹവും പരസ്നേഹവും ക്രിസ്തുധർമ്മം സ്വീകരിച്ച് പ്രയോഗത്തിൽ വരുത്തിയപ്പോഴാണ്. യഹൂദന്മാർക്ക് ദൈവസ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അതിന് തുല്യമായിട്ട് സഹോദര സ്നേഹത്തെ കണ്ടിരുന്നില്ല. മാത്രമല്ല, അവർക്ക് സഹോദരൻ അയൽക്കാരൻ പറഞ്ഞാൽ സഹ ഇസ്രായേലിനാണ്. ക്രിസ്ത്യാനികൾക്കോ അങ്ങനെയല്ല. ആവശ്യത്തിലിരിക്കുന്ന ആരും ലിംഗമോ വർഗമോ വംശമോ കളറോ ഒന്നും തന്നെ ജാതിയോ മതം ഒന്നും നോക്കിയിരുന്നില്ല, ഇപ്പോഴും നോക്കുന്നില്ല. ഇതെല്ലാം ക്രിസ്തുധർമ്മം കൊണ്ടുവന്നതല്ലേ. അപ്പോ ഈ കനപ്പെട്ട കാര്യം ചെയ്തത് ക്രിസ്തുധർമ്മം തന്നെയല്ലേ, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്തുധർമ്മം തന്നെയല്ലേ. മറ്റേത് മതങ്ങളിലുണ്ട് ഇതുപോലെ ക്രിസ്തുധർമ്മത്തെ പോലെ സാർവത്രികമായ സ്നേഹമുള്ളത്? അതെന്ത് വട്ടോളിക്ക് മനസ്സിലാക്കാത്തെ? വട്ടോളിയും മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്നാലെ പോയത് കൊണ്ടോ മുസ്ലിംസിന്റെ ഈ പ്രത്യയശാസ്ത്രത്തിൽ പെട്ടുപോയത് കൊണ്ടാണോ ക്രിസ്തുധർമ്മത്തിന്റെ നന്മ തിരിച്ചറിയാത്തെ? ക്രിസ്തുധർമ്മത്തിന് നന്മ തിരിച്ചറിയാൻ പഠിക്കൂ വട്ടോളി. എന്നിട്ട് ക്രിസ്തുവിലും അവന്റെ സഭയിലും അഭിമാനം കൊള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾക്ക് ഈ വീക്ഷണത്തിന് വ്യത്യാസം വരും. കുർബാനയിൽ പങ്കെടുത്ത് യേശുവിനോട് അത്രമാത്രം അടുത്തു പോയത് കൊണ്ട് അയൽക്കാരന് അർഹതയുള്ളവന് തന്റെ അധ്വാന ഫലത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് കൃത്യമായൊരു തുക കൃത്യമായ ഇടവേളകളിൽ തുടർച്ചയായി പങ്കുവെക്കാൻ സീറോ മലബാർ സഭാവിശ്വാസത്തിൽ തീരുമാനമെടുക്കുമോ? സംശയം എന്താ ഉള്ളേ? ഇപ്പൊ തന്നെ എത്രയോ പേര് ചെയ്യുന്നു. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ ഇടവകൾ തന്നെ എത്രയോ പേര് ചെയ്യുന്നു. സ്ഥിരമായിട്ട് ദശാംശം കൊടുക്കുന്നവര്, സ്ഥിരമായിട്ട് ദശാംശം തരുന്ന ആൾക്കാർ എനിക്കുണ്ടായിരുന്നു. ഞാൻ നാട്ടിലുള്ള സമയത്ത് ബൈബിൾ കമ്മീഷന്റെയും ബിബ്ലിയ അക്കാദമിയുടെയും പരിപാടികൾ നടത്താനായിട്ട് ചെറിയൊരു ഫീസൊക്കെ നമ്മൾ ഈടാക്കിയിരുന്നു പങ്കെടുക്കുന്നവർക്ക്. പക്ഷെ മെജോറിറ്റിയും ആൾക്കാർ അവര് തന്നെയും ദശാംശം തന്നിരുന്നു പലരും. അങ്ങനെയാണ് ഇപ്പോഴും തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ യേശുവിനോട് അടുക്കും തോറും ദശാംശത്തിനേക്കാൾ മേലെ കൊടുക്കും. അതുപോലെ കിട്ടുന്നവരും അങ്ങനെ തന്നെ ചെയ്യും. എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10% അല്ല ഞാൻ കൊടുക്കുന്നത്, അതിനേക്കാളൊക്കെ വളരെ വളരെ കൂടുതലാണ്. അത് ഞാൻ കൂടുതൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത് ശരിയായ രീതി അല്ലാത്തത് കൊണ്ട്. അപ്പം എന്താണ്, കുർബാനിൽ പങ്കെടുത്ത് യേശുവിനോട് അത്രമാത്രം അടുത്തു പോയത് കൊണ്ട്
അയൽക്കാരന് അധ്വാന ഫലത്തിൽ നിന്ന് കൃത്യമായ ഇടപെടലുകളിൽ തുടർച്ചയായി പങ്കുവെക്കുമെന്ന കാര്യത്തിൽ എന്തത്ര സംശയം? അതില് ഈ ഏകീകൃത കുർബാന കൂടി വരുമ്പോൾ ദൈവത്തിലേക്ക് കൂടുതൽ തിരിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സഹോദരത്തിലേക്ക് തിരിയാനുള്ള സാധ്യതകൾ കൂടുകയാണ് ചെയ്യുക. അങ്ങനെയാണ് എപ്പോഴും സംഭവിക്കുക. അപ്പൊ അതില് വട്ടോളിക്ക് എന്തത്ര സംശയം? ലോകം ചരിത്രത്തിലത് പ്രൂവ്ഡാണ്, തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. പോകെ അങ്ങനെ പങ്കുവെക്കുന്ന തുകയുടെ ശതമാനം വർദ്ധിപ്പിച്ച് 10, 20, 30, 40, 50 വട്ടോളിയുടെ ഭാഷയാണേ എന്നാവുകയും കുറച്ച് മെത്രന്മാരും വൈദികരും ജനങ്ങളും തങ്ങൾക്കുള്ളതെല്ലാം യേശു ആവശ്യപ്പെട്ടതുപോലെ പൂർണ്ണമായി വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്ത് സേവിക്കാൻ ഇറങ്ങും. ഇതിലും വല്ല സംശയമുണ്ടോ? ഇപ്പൊ തന്നെ നമ്മുടെ സീറോ മലബാർ സഭയിലെ ചില മെത്രന്മാര് എനിക്ക് നേരിട്ട് അറിയാവുന്നവരുണ്ട്. അവരുടെ സ്വത്ത് മുഴുവൻ സഭയ്ക്ക് എഴുതി കൊടുത്തിട്ടുള്ളവരുണ്ട്. എത്രയോ സന്യാസമൂഹങ്ങളുടെ സ്ഥാപകരങ്ങനെ ചെയ്തിട്ടുണ്ട്. എത്രയോ സന്യാസികൾ ചെയ്തിട്ടുണ്ട്, അച്ഛന്മാർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സഭയിൽ നടക്കുന്ന കാര്യമല്ലേ? പൂർണ്ണമായും വിറ്റും ദരിദ്രർക്ക് കൊടുത്തതല്ലേ? എനിക്ക് പട്ടം കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഡീക്കനായിരിക്കുന്ന സമയത്ത് പത്രമേനിയിൽ തന്ന സ്വത്ത്, അപ്പൻ എഴുതി തന്ന സ്വത്ത് പട്ടം കിട്ടുന്നതിന് മുൻപ് അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ടാണ് ഞാൻ പട്ടം വാങ്ങിച്ചത്. എന്റെ കൂടെ ബൈബിൾ വിജ്ഞാനകോശം എന്റെ ഒരു ബ്രെയിൻ ചൈൽഡാണ്. ആ ബൈബിൾ വിജ്ഞാനകോശത്തിന്റെ എഡിറ്റേഴ്സായിട്ട് ഞാൻ കുറച്ചുപേരെ തെരഞ്ഞെടുത്തിരുന്നു. അതിൽ കോതമംഗലം രൂപതയിൽപ്പെട്ട ഒരു അച്ഛനുണ്ടായിരുന്നു. ഞാൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ചെറിയ രോഗം വന്നിട്ട് അമ്മ പല പള്ളികളിൽ നേർച്ചയൊക്കെ ചെയ്ത് ഒരു കഴുത്തിൽ ചെറിയൊരു വളരെ കനം കുറഞ്ഞൊരു സ്വർണ്ണ ചെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയും, ഈ സ്വർണ്ണ ചെയിനൊക്കെ ഇട്ടുകൊണ്ട് പട്ടം വാങ്ങിയത് ശരിയല്ല എന്നൊക്കെ ഞാൻ അങ്ങനെ കളിയാക്കുമായിരുന്നു. പട്ടം സ്വീകരിക്കുന്ന ഒരു മാസം മുമ്പ് അദ്ദേഹം രാത്രി അപ്പൊ ഈ പ്രൂഫ് വായിച്ചിട്ട്, ഈ ബൈബിൾ വിജ്ഞാനകോശത്തിന്റെ പ്രൂഫ് വായിച്ചിട്ട് അവരൊക്കെ ഒരു പേജ് വായിക്കും. അങ്ങനെ 8 പേജാണ് ഒരു ദിവസം കിട്ടുക. അന്ന് ഈ ഓഫ് സെറ്റ് ഒന്നും ആയിട്ടില്ല കേരളത്തില്. അപ്പോൾ ഈ 8 പേജ് കൂടി എന്റെ മുറിയിലേക്ക് കൊണ്ടുവരും ഈ എഡിറ്റേഴ്സ്. പിന്നെ ഞാനത് മൊത്തം വായിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പുലർച്ചെ 2-2:30 ഞാൻ കിടന്നിരുന്ന സെമിനാരിയിൽ 5:15 എഴുന്നേൽക്കണം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഈ പ്രൂഫുമായിട്ട് വന്നപ്പോൾ പുള്ളി വാക്ക് മുട്ടി എന്റെ മുറി കടന്നു ഇരുന്നു. എന്നിട്ട് ആകെ ഒരു ചെറിയ പരിഭ്രമം എല്ലാം കൂടി. ഞാൻ വെച്ചാൽ എന്ത് പറ്റി? അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലയുണ്ട്. ആ സ്വർണ്ണമാല എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, എനിക്ക് യോഗ്യതയോടെ പട്ടം വാങ്ങിക്കണം. നീ പലപ്പോഴും പറഞ്ഞല്ലോ ഈ സ്വർണ്ണച്ചെയിൻ ഇട്ടുകൊണ്ട് പട്ടം വാങ്ങി. വളരെ നേരിയൊരു ഇതാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ കാലിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെറുപ്പം മുതലേ ചില നേർച്ചകാശികളൊക്കെ കഴിച്ചിട്ട് അതിന്റെ ദൈവം സുഖപ്പെടുത്തിയതിന്റെ ഒരു ഓർമ്മയ്ക്കായി കിടക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് വൈകാരികമായിട്ട് അറ്റാച്ച്മെന്റ് വല്ലാതെ ഉണ്ട്. അമ്മയോടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട് അതിന്. അപ്പൊ ഞാനിങ്ങനെ തമാശയ്ക്കാണ് പറഞ്ഞത്, ഇതൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെയാണ് പട്ടം വാങ്ങിക്കേണ്ടത്, ദരിദ്രരായിരിക്കേണ്ടതൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്. അദ്ദേഹത്തിന് അറിയാം എനിക്ക് പത്രമേനി കിട്ടിയ സ്വത്ത് ഞാൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ടാണ് ഞാൻ പട്ടം വാങ്ങിക്കേണ്ട കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ ചെറിയൊരു സ്വർണ്ണമാലയാണ് അത് തന്നിട്ട് എന്റെ കയ്യിൽ തന്നിട്ട് പറയാണ്, എനിക്ക് യോഗ്യതയോടെ പട്ടം വാങ്ങിക്കണം. ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് വിട്ടു. പിന്നെ മറ്റു കാര്യങ്ങൾ ബാക്കിയുണ്ടായ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വൈദികരാകുന്നവര്, കന്യാസ്ത്രീകളാകുന്നവര്, അൽമായര്, ഈ കരിസ്മറ്റിക് ധ്യാനം പങ്കെടുത്തിരിക്കുന്ന എത്രയോ പേര് ഒരു പ്രാവശ്യം, ഞാൻ നാട്ടിലായിരിക്കുന്ന കാര്യം പറഞ്ഞേ, 16 ലക്ഷം രൂപ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാര്യമാണ്, 16 ലക്ഷം രൂപ എനിക്കൊരാള് തന്നിട്ടുണ്ട്. അതായത് എനിക്ക് ഒരുപാട് ഈ ബൈബിളിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് 22 ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സെമിനാരിൽ കിട്ടുന്ന 1500 രൂപയാണ് മാസം അലവൻസ്. 1500 രൂപ ദിവസം, മണിക്കൂറിനല്ല, ഒരു മാസം. എന്ന് വെച്ചാൽ വളരെ അവിടെ നിന്നും ഈ സെമിനാരി പഠിപ്പിക്കുന്നതിന് അച്ഛന്മാർക്ക് ഒരു ചെറിയൊരു പോക്കറ്റ് മണിയേ ഉള്ളൂ. മിക്ക സെമിനാരികൾ അങ്ങനെയാണ്. അതിന് കാരണം വെച്ചാൽ അത് ഇതൊരു ശുശ്രൂഷയാണ്, പൗരോഹിത്യത്തിന് ശുശ്രൂഷയാണ്. അപ്പോൾ ഈ വലിയ സംഖ്യക്ക് സെമിനാരിയിൽ പലപ്പോഴും പല അച്ഛന്മാരെ എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്, പ്രൊഫസർമാര്. അത്രയേ ഉള്ളൂ അവർക്കുള്ള അലവൻസ്. അപ്പോൾ ഈ അങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന എത്രയോ വൈദികരുണ്ട്, എത്രയോ അൽമായരുണ്ട്, എത്രയോ കന്യാസ്ത്രീകളുണ്ട്. ഇതെന്താ വട്ടോളിക്ക് അറിയാൻ പാടില്ലാത്ത? എന്നിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ, അങ്ങനെ സംഭവിക്കുമ്പോൾ കേരളത്തിലെ ദാരിദ്ര്യവും പട്ടിണിയും അഴിമതിയും അനീതിയും വർഗീയതയും കുത്തനെ കുറയുകയും സാമ്പത്തികവും സാമൂഹികവും അസമത്വങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. വട്ടോളി സുവിശേഷം വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ദൈവമായ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദരിദ്രർ എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. അമേരിക്കയിൽ ദാരിദ്ര്യമില്ലേ? യൂറോപ്പിൽ ദാരിദ്ര്യമില്ലേ? എന്നെങ്കിലും ദരിദ്രം ഇല്ലാതാകുമോ? ദാരിദ്ര്യം
ലോകാവസാനം വരെ ഉണ്ടാകും. കർത്താവ് യേശു മിശിഹാ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ പൂർണ്ണമായും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഇല്ലാതാകും എന്ന് വട്ടോളി പറയുന്നതിന്റെ ന്യായം എന്താ? കർത്താവ് യേശു മിശിഹായെ തിരുത്താൻ നോക്കുകയാണോ വട്ടോളി? വട്ടോളി വല്ലപ്പോഴും സുവിശേഷം വായിക്കണേ. ഈ ഭഗവത്ഗീതയും ഖുർആനും മാത്രമല്ല, ഈ ബൈബിളും വായിക്കുന്ന നല്ലതാണ്. അതിന് ദൈവത്തിന്റെ വചനം എന്നാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ പറയണേ. പിന്നെ സമ്പത്ത് വിതരണം ചെയ്താൽ ദാരിദ്ര്യം മാറുമെന്ന വരട്ട് തത്വശാസ്ത്രം ആരാണ് വട്ടോളിയോട് പറഞ്ഞത്? പലരുടെയും വിചാരമുണ്ട്. ക്രിസ്ത്യാനികൾ പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കമ്പനികളും പരിപാടി ഒന്നും വേണ്ടല്ലോ. റേഷൻ കട വഴിയിട്ട് ഓരോ മാസം ആവശ്യമുള്ള പൈസ സർക്കാർ വിതരണം ചെയ്താൽ പോരെ? പണം, അതായത് നോട്ട് കെട്ടുകൾ അച്ചടിച്ചിട്ട് വിതരണം ചെയ്ത് ദാരിദ്ര്യം മാറുമെന്ന് വട്ടോളിയോട് ആരാണ് പറഞ്ഞത്? ഈ വലിയ സമ്പന്നരോട് ഇത്രമാത്രം വെറുപ്പ് കാണിക്കുന്നവരുണ്ട് കമ്മ്യൂണിസ്റ്റുകാര്. എന്നിട്ട് ഇപ്പൊ അവര് തന്നെയാണ് വലിയ വലിയ കമ്പനിക്കാരെ കൊണ്ടുവരണേ. കാരണം എന്താ? കമ്മ്യൂണിസം പാടെ പരാജയപ്പെട്ടു. ഈ ദരിദ്ര സമ്പന്നരെ വെറുക്കേണ്ട യാതൊരു കാര്യമില്ല. എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അവർ ജോലി കൊടുക്കണേ. ആ റിസ്ക് അവർ എടുക്കുന്നതിന്റെ അവര് ഫലം അനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ ദാരിദ്ര്യം മാറുമെന്ന് ഏത് തത്വജ്ഞാനിയാണ് നിങ്ങളോട് പറഞ്ഞത്? വട്ടോളിയുടെ ഈ വരട്ടെ തത്വശാസ്ത്രം മാറ്റിവെക്കൂ. അപ്പോൾ ദൈവസ്നേഹം ഉണ്ടാകും, സഹോദര സ്നേഹം ഉണ്ടാകും. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ 8 കിലോ സ്വർണം, പിന്നെ ഓരോ മാസം ലക്ഷക്കണക്കിന് രൂപയാണ് അടിച്ചു മാറ്റിയിരിക്കുന്ന വിമത വൈദികര്. ആ പണം കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു തരാണെങ്കിൽ കുറച്ച് പേരുടെ ദാരിദ്ര്യം മാറ്റാനായിട്ട് അത് ഉപയോഗിക്കാം. കിലോ കണക്കിന് സ്വർണവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് നിങ്ങൾ വട്ടോളിയുടെ കൂട്ടുകാര് വിമത വൈദികര് അടിച്ചു മാറ്റിയിരിക്കുന്നത്. അത് തിരിച്ചു തന്നാൽ കുറച്ച് പേരുടെ ദാരിദ്ര്യം മാറ്റാം. എത്രയോ കുർബാനകൾ എത്രയോ കാലങ്ങളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചലനമാണ് ഈ പ്രാർത്ഥനകൾ ഈ സമൂഹത്തിൽ മനുഷ്യർ ഉണ്ടാക്കിയിരിക്കുന്നത്? വട്ടോളിക്കത് അറിയാൻ പാടില്ലേ? ഇപ്പൊ ലോകത്ത് 700 കോടിയിൽ മേലെ ജനമുണ്ട്. അതിൽ 200 കോടി ക്രിസ്ത്യാനികളാണ്. 2000 വർഷം കൊണ്ട് ഉണ്ടായതാണ്. ലക്ഷക്കണക്കിന് വർഷമായാലോ മനുഷ്യരുണ്ടായിട്ട്. 2000 വർഷം കൊണ്ട് 700 കോടിയിൽ 200 കോടി ക്രിസ്ത്യാനികളാണ്. ഈ 2000 വത്സരമായിട്ട് കുർബാന ചൊല്ലിയിട്ട് ഉണ്ടായതല്ലേ ഇത്? ദൈവത്തിന്റെ പദ്ധതിയല്ലേ അത്? ദൈവത്തിന്റെ പ്രവൃത്തിയല്ലേ അത്? അല്ലെന്ന് തെളിയിക്കാൻ വട്ടോളിയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഇത് ഈ 2000 വത്സരങ്ങളായിട്ട് കർത്താവിന്റെ കുർബാന അർപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. ആ കുർബാന എന്ന് പറഞ്ഞാൽ വചന പ്രഘോഷണമാണ്. അത് പുറത്തും അകത്തും. കുർബാന പള്ളിക്കകത്തും പള്ളിക്ക് പുറത്തും വചന പ്രഘോഷണമാണ്. അതാണ് ലിറ്റർജി. അതിലൂടെയാണ് ഈ ലോകം മുഴുവൻ ക്രിസ്ത്യാനികളായത്. പിന്നെ വട്ടോളിക്ക് കുർബാനയിൽ വിശ്വാസമില്ലാത്തതാണ് ശരിക്കുള്ള പ്രശ്നം. എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ കുർബാന? ദൈവത്തെ ദൈവമായി ആരാധിക്കാനാണ് കുർബാന. ആ ആരാധന എന്ന് പറയുന്നത് ബലിയാണ്. ബലിയല്ലാതെ മറ്റൊരു ആരാധന ബൈബിളിന് അറിയില്ല. ബലിയല്ലാതെ മറ്റൊരു ആരാധന ബൈബിളിന് അറിയില്ല. പെന്തക്കോസ്തക്കാർക്കും യഹോവസാക്ഷികൾക്കും അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ ഇങ്ങനെ കുമ്പിടുന്നതാണ് ആരാധന. പക്ഷേ ബൈബിളിനും ക്രിസ്ത്യാനികൾക്കും ശരിക്കും പറഞ്ഞാൽ ബൈബിളിന്റെ അതായത് ദൈവവചനത്തിൽ മുഴുവൻ ഒരൊറ്റ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളൂ. ദൈവത്തിന് ചേർന്ന ആരാധന ബലിയാണ്. ആ ബലി എന്ന് പറയുന്നത് മൃഗബലികളൊക്കെ ചെയ്തതിന്റെ അതൊന്നും ഗുണമില്ലെന്ന് അറിയാലോ. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യനായതുകൊണ്ട് അലംഘനീയമായ അനുസരണമാണ്. അത് നമുക്കാർക്കും കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി ദൈവത്തിന് കൊടുത്ത അലംഘനീയമായ അനുസരണം, മരണത്തോളമുള്ള അനുസരണം, കുരിശ് മരണത്തോളമുള്ള അനുസരണം, ആ ബലി, അനുസരണമാകുന്ന ബലിയാണ് ദൈവത്തിന് ചേർന്ന ആരാധന. ആ ആരാധന അർപ്പിക്കുകയാണ് കുർബാനയിൽ. ദൈവത്തിന് ചേർന്ന ആരാധന അനുസരണമാണ്, അലംഘനീയമായ അനുസരണം. അത് കുരിശിലാണ് നടന്നത്. ആ അലംഘനീയമായ അനുസരണത്തിലേക്ക് കർത്താവ് നമ്മെ എടുത്തു വെക്കുന്നതാണ്, ഇപ്പൊ എടുത്തു വെക്കുന്നതാണ് കുർബാന. അവന്റെ അലംഘനീയമായ അനുസരണത്തിലേക്ക്, അവന്റെ ആ മണിക്കൂറിലേക്ക്, ആരാധനയുടെ മണിക്കൂറിലേക്ക്, അവന്റെ ആ ബലിയിലേക്ക് ഇപ്പോൾ നമ്മെ അവൻ തന്നെ എടുത്തു വെക്കുന്ന ആ മണിക്കൂറിനെയാണ് ആ കുർബാന എന്ന് പറയണേ. അപ്പൊ ദൈവത്തെ ആരാധിക്കാനാണ് കുർബാന, അല്ലാണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയല്ല. ഇതാണ് വട്ടോളിയുടെ പ്രശ്നം. വട്ടോളിക്ക് ദൈവത്തെ ആരാധിക്കാൻ അറിയില്ല, ബലി എന്തെന്ന് അറിയില്ല, വിശ്വാസമില്ല. ഇത് വിമത വൈദികർക്കും ഇല്ല. അതുകൊണ്ട് വട്ടോളി, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾ കൂട്ടുകാരന്മാരായ വൈദികരുണ്ടല്ലോ, അവരോടൊക്കെ നിങ്ങളെപ്പോലെ രാജിവെക്കാൻ പറയൂ. കാരണം നിങ്ങൾക്ക് കുർബാനയിൽ വിശ്വാസമില്ല, കുർബാന എന്തെന്ന് അറിയില്ല, കുർബാന എന്തെന്ന് പഠിക്കാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോസ് കാണുമായിരുന്നില്ലേ? ഞാൻ പഠിപ്പിക്കുന്നത് സത്യവിശ്വാസം അല്ലേ? കുർബാന എന്തെന്നും ലിറ്റർജി എന്തെന്നും അല്ലേ? തെളിവുകൾ സഹിതമല്ലേ ഞാൻ പഠിപ്പിക്കുന്നത്?
എന്നിട്ട് നിങ്ങൾക്കിതിൽ കുർബാന എന്തെന്ന് അറിയാൻ താല്പര്യമില്ല, കുർബാന എന്തെന്ന് അറിയില്ല, അതിൽ വിശ്വാസമില്ല. ആ വിശ്വാസമില്ലാത്ത നിങ്ങളുടെ കൂട്ടുകാർ വട്ടോളി നിങ്ങളുടെ കൂട്ടുകാരന്മാരെല്ലാം രാജിവെക്കാൻ പറയൂ. എന്നിട്ട് സഹപാഠിയായ ആ വികാരി മെത്രാപ്പൊലിത്തയോട് എല്ലാവരുടെയും രാജി സ്വീകരിക്കാൻ പറയൂ. അപ്പോൾ സീറോ മലബാർ സഭ ശുദ്ധമാവുകയും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുകയും ചെയ്യും. വട്ടോളിക്കും വിമതർക്കും മുന്നേറ്റക്കാർക്കും ഉത്തരം കിട്ടും. നിങ്ങൾ രാജിവെക്കുക. രാജിവെച്ചിട്ട് ആ സഹപാഠിയായ വികാരി മെത്രാപ്പൊലിത്തയോട് ഈ രാജി സ്വീകരിക്കാൻ പറയുക. നിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്ത് പേടിച്ചിരിക്കുകയാണ് അവര്. അപ്പൊ നിങ്ങൾ രാജിവെച്ചു കഴിഞ്ഞാൽ കുർബാനയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല, കുർബാന എന്തെന്ന് അറിയില്ല. ചില ഭൗതിക നേട്ടങ്ങൾക്കും ദാരിദ്ര്യം മാറ്റാനും വേണ്ടി കുർബാന എന്ന് വിചാരിക്കുന്ന നിങ്ങള് വിജാതീയരെക്കാളും അവിശ്വാസികളാണ്. നിങ്ങൾ സഭയിൽ നിന്ന് പുറത്തു പോകൂ. ആ പുറത്തു പോകാൻ രാജിവെക്കൂ. രാജി സ്വീകരിക്കാൻ വികാരി മെത്രാപ്പൊലിത്തയോട് പറയൂ. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങ് പോയാൽ ഈ സീറോ മലബാർ സഭ ശുദ്ധമാകുന്നത് മാത്രമല്ല, മഹാത്ഭുതങ്ങൾ നടക്കും. കുർബാന ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞർപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.